മറിയം ബീവി പള്ളിയിലേക്ക് വന്നില്ല. അവർക്ക് ആരെയും നേരിടാനുള്ള മാനസികാവസ്ഥയല്ല ഉള്ളത്. സ്ത്രീകൾ കണ്ടാൽ പലതും ചോദിക്കും. എന്തുത്തരം പറയും? പറയാനൊന്നുമില്ല. ആരെയും കാണാതിരിക്കുക, വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് കഴിയുക, അതുമാത്രമേ നിവൃത്തിയുള്ളൂ. മറിയമിന് പ്രസവവേദന തുടങ്ങി. ഒരു ഈത്തപ്പന മരത്തിൽ ചാരിയിരുന്നു. അവർ വളരെയേറെ ദുഃഖിതയും അസ്വസ്ഥയുമായിരുന്നു. അപ്പോൾ താഴ്വരയിൽ നിന്ന് ജിബ്രീൽ വിളിച്ചു പറഞ്ഞു, ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, താഴ്ഭാഗത്തുകൂടി അരുവി ഒഴുകുന്നുണ്ട്, വെള്ളം കുടിക്കാം. ആ ഈത്തപ്പന മരം പിടിച്ചു കുലുക്കിക്കൊള്ളുക. അപ്പോൾ പഴുത്തു പാകമായ ഈത്തപ്പഴം വീഴും. അത് പെറുക്കി തിന്നാം. വിശപ്പും ദാഹവും അകറ്റാം. ഭാവിയിൽ മഹാനായിത്തീരുന്ന ഒരു ശിശുവിനെയാണ് നിങ്ങൾ പ്രസവിക്കാൻ പോകുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നതിങ്ങനെ: പ്രസവവേദന അവരെ ഒരു ഈത്തപ്പനയുടെ അടുത്തേക്ക് പോകാൻ നിർബന്ധിതയാക്കി. അവർ പറഞ്ഞു, ഹാ, ഇതിനു മുമ്പുതന്നെ ഞാൻ മരിക്കുകയും അശേഷം വിസ്മരിക്കപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായനെ. അപ്പോൾ അവരുടെ താഴ്ഭാഗത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, വ്യസനിക്കേണ്ട, നിന്റെ റബ്ബ് നിന്റെ താഴ്ഭാഗത്ത് ഒരു അരുവിയെ ആക്കിത്തന്നിരിക്കുന്നു. നിന്റെ അരികിലേക്ക് ഈത്തപ്പഴം വീണുകിട്ടുവാൻ നീ ഈത്തപ്പന പിടിച്ചുകുലുക്കുക, എന്നാൽ അത് നിനക്ക് പഴുത്ത് പാകമായ ഈത്തപ്പഴം വീഴ്ത്തിത്തരും. അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും സന്തോഷത്താൽ കണ്ണ് കുളിർക്കുകയും ചെയ്തുകൊള്ളുക. ഇനി നീ മനുഷ്യരിൽ നിന്ന് വല്ലവരെയും കാണുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞേക്കണം: പരമകാരുണികനായ അല്ലാഹുവിന് വ്രതമനുഷ്ഠിക്കുവാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. ഞാനിന്ന് ഒരു മനുഷ്യരോടും സംസാരിക്കുകയില്ല തന്നെ. നോമ്പു നോൽക്കുന്നവർ സംസാരം ഉപേക്ഷിക്കുകയെന്ന സമ്പ്രദായം അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു. നോമ്പുകാരോട് ആരും സംസാരിക്കാൻ പോവില്ല. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, മറിയം ബീവി ചാരിയിരുന്നത് ഉണങ്ങിയ ഈത്തപ്പന മരത്തിലായിരുന്നു. അരുവി വറ്റി വരണ്ടതുമായിരുന്നു. ഈത്തപ്പന പെട്ടെന്ന് പച്ചയായി. പഴം കായ്ക്കുകയും ചെയ്തു. അരുവിയിൽ വെള്ളമൊഴുകി. പ്രസവം നടന്നു. നല്ല അഴകുള്ള കുഞ്ഞ്. കുഞ്ഞിനോട് എന്തെന്നില്ലാത്ത സ്നേഹം. മാതൃസ്നേഹം വഴിഞ്ഞൊഴുകി. ഇനിയെന്ത്? എങ്ങോട്ടു പോവും? ബന്ധുക്കളുടെ അടുത്തേക്ക് മടങ്ങാം. എന്തും വരട്ടെ. സംരക്ഷകൻ അല്ലാഹുവാണ്. അവന്റെ വിധി സ്വീകരിക്കാം. അവൻ തന്നെയാണ് അഭയം. അക്കാലത്ത് ജീവിച്ച സ്വാലിഹായ മനുഷ്യനായിരുന്നു ഹാറൂൻ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് ഹാറൂൻ നബിയുടെ പേരിടുകയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പ്രവാചകന്മാരുടെയും സജ്ജനങ്ങളുടെയും പേരിടുന്ന സമ്പ്രദായം അക്കാലത്തുണ്ടായിരുന്നു. ഹാറൂൻ വിജ്ഞാനത്തിലും ആരാധനയിലും മറ്റുള്ളവരെക്കാൾ മുന്നിട്ടു നിന്നിരുന്നു. മറിയം ബീവിയും അങ്ങനെ തന്നെ. ജനങ്ങൾ മറിയം ബീവിയെ ഹാറൂന്റെ സഹോദരി എന്ന് വിളിച്ചിരുന്നു. ഹാറൂന് തുല്യയായവൾ എന്ന അർത്ഥത്തിലുള്ള വിളി. കൈക്കുഞ്ഞുമായി വന്നപ്പോൾ ആ പേര് ചൊല്ലിയാണ് സ്ത്രീകൾ മറിയം ബീവിയെ സ്വീകരിച്ചത്. പിന്നെ കരളിൽ കുത്തുന്ന വാക്കുകളിൽ സംസാരിച്ചു. സൽസ്വഭാവത്തിലും സൽക്കർമ്മങ്ങളിലും നീ ഹാറൂനെപ്പോലെയായിരുന്നുവല്ലോ. പിന്നെ നീ എങ്ങനെ ഈ ദുഷ്പ്രവൃത്തി ചെയ്തു? നിന്റെ മാതാപിതാക്കൾ നല്ലവരായിരുന്നുവല്ലോ. ഞാൻ നോമ്പുകാരിയാണ്. ഈ കുഞ്ഞിനോട് സംസാരിക്കൂ. ഇത്രയുമാണ് മറിയം ബീവിക്ക് ആളുകളെ അറിയിക്കാനുള്ളത്. എന്ത്? കുഞ്ഞിനോട് ചോദിക്കുകയോ? എങ്ങനെ? ഒരു തൊട്ടിലിൽ കെട്ടി കുഞ്ഞിനെ കിടത്തി. ആളുകൾ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ ഉറ്റുനോക്കി. അപ്പോൾ കുഞ്ഞ് സംസാരിച്ചു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു. എനിക്കവൻ വേദം നൽകി. എന്നെ അവൻ പ്രവാചകനാക്കി. ആളുകൾ സ്തബ്ധരായി നിന്നുപോയി. കുഞ്ഞെന്താണ് പറഞ്ഞത്? എനിക്ക് അല്ലാഹു വേദഗ്രന്ഥം നൽകി. എന്നെ അവൻ പ്രവാചകനാക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനാണോ ഈ കിടക്കുന്നത്? എങ്കിൽ ഈ സമുദായം ആദരിക്കപ്പെട്ടിരിക്കുന്നു. സകരിയ്യ നബി അല്ലാഹുവിനെ വാഴ്ത്തി. അല്ലാഹുവിന്റെ പ്രവാചകനാണിത്, തന്റെ പിൻഗാമി. സകരിയ്യ നബിയുടെ മനസ്സ് നിറയെ സന്തോഷം, ആശ്വാസം. തനിക്കൊരു പിൻഗാമിയില്ലാതെ പോകുമോ എന്ന ഭയമായിരുന്നു. ഒരു കുഞ്ഞിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു. തന്റെ ഭാര്യ ഗർഭിണിയായി. യഹ്യാ എന്ന മകനെ പ്രസവിച്ചു. അവനെ അല്ലാഹു പ്രവാചകനായി നിയോഗിക്കും. ഇപ്പോഴിതാ മറ്റൊരു കുഞ്ഞ്, മറിയമിന്റെ മകൻ. ആ മകൻ പേര് വിളിച്ചു ഈസ. ഈസബിനു മറിയം. മറിയമിന്റെ മകൻ ഈസ. യഹ്യയും ഈസയും രണ്ടും പ്രവാചകന്മാർ, തന്റെ പിൻഗാമികൾ. യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയാണ് ഇസ്രായേലികൾ. അവരുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം നബിമാരുണ്ടായിട്ടുണ്ട്. നിരവധി ആരിഫീങ്ങളും ഔലിയാക്കളും പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളും ഉണ്ടായിട്ടുണ്ട്. വലിയൊരു വിഭാഗം ഇസ്രായേലികൾ നേർമാർഗത്തിൽ നിന്നകന്നു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ കോപം വാങ്ങിയവർ, ദുർമാർഗികൾ പെരുകിവന്നു. അവർ സകരിയ നബിയെ പരിഹസിച്ചു, ധിക്കരിച്ചു. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. യഹ്യയെയും ഈസായെയും അവർ വെറുതെ വിട്ടില്ല. അല്ലാഹുവേ, ഈ കുഞ്ഞുങ്ങളെ കാത്തു രക്ഷിക്കണമേ. ക്രൂരന്മാരായ യഹൂദികൾ ഇവരെ ഉപദ്രവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സകരിയ നബിയുടെ ശത്രുക്കൾ മറിയമിനെ പരിഹസിച്ചു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.
വിവാഹം കഴിച്ചിട്ടില്ലാത്ത മറിയം ഒരു കൈക്കുഞ്ഞുമായി കടന്നുവന്നപ്പോൾ അവർക്കതൊരു തമാശയുള്ള കാഴ്ചയായിരുന്നു. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ കൂടുതൽ തമാശയായി. തമാശകൾ നീണ്ടുനിന്നില്ല. കുഞ്ഞ് സംസാരിച്ചു. പിതാവില്ലാതെ കുഞ്ഞു പിറക്കുക, ആ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുക. എന്തൊരത്ഭുതം! മാതാവും പിതാവും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ തന്നെ. സകരിയാ നബിയും യഹ്യ നബിയും ഈസാ നബിയെയും മറിയം ബീവിയെയും യഹൂദരിൽ ശക്തമായൊരു വിഭാഗം എതിർത്തു. സത്യമത പ്രബോധനം തടസ്സപ്പെടുത്താൻ എത്രവരെ പോകാനും അവർ തയ്യാറാണ്. വേണ്ടിവന്നാൽ കൊന്നുകളയാനും. പണവും പദവിയുമുള്ള ഒരു വലിയ സമൂഹം. അവരെന്ത് വിചാരിച്ചാലും നാട്ടിൽ നടക്കും. അവർ തീറ്റിപ്പോറ്റുന്ന ഗുണ്ടാസംഘങ്ങളുണ്ട്. ഒരാളെ കൊന്നുകളഞ്ഞാൽ ആരും ചോദിക്കാനില്ല. ധിക്കാരികൾ തൗറാത്തിന്റെ ആളുകളാണെന്ന് പറയും. എന്നാൽ തൗറാത്തിൽ പറഞ്ഞതൊന്നും അനുസരിക്കില്ല. ദുർനടപടിക്കാരാണ്. ആരുടെയും ഉപദേശം അവർക്കാവശ്യമില്ല. തങ്ങളുടെ വാക്കുകൾ എല്ലാവരും അനുസരിച്ചുകൊള്ളണം. എതിർക്കാൻ പാടില്ല. എതിർത്താൽ സഹിക്കില്ല. എതിർക്കുന്നവരെ വെച്ചേക്കില്ല. സകരിയ നബി അവരുടെ മുമ്പിൽ വന്നു. അവരെ ഉപദേശിച്ചു. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. തൗറാത്തുകളിലെ വിധികൾ അനുസരിക്കുക. നിങ്ങൾ താന്തോന്നികളായി ജീവിക്കരുത്. നിങ്ങൾ ഭൂമിയിൽ ധിക്കാരം കാണിക്കരുത്. അവരുടെ മുഖം കറുത്തു. ഉപദേശമൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ചിലർ കണ്ണുരുട്ടി അക്ഷമ പ്രകടിപ്പിച്ചു. ചിലർ പിന്തിരിഞ്ഞു നടന്നു. ഇത് പലതവണ ആവർത്തിച്ചു. ദുഷ്ടന്മാരുടെ മനസ്സ് മാറിയില്ല. വളരെ കുറച്ച് പേരുടേതൊഴികെ. ദുഷ്ടമനസ്സുകൾ കൂടുതൽ കടുത്തുവന്നു. അവരുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് ശപിക്കപ്പെട്ട ഇബ്ലീസാണ്. പിശാചുക്കളാണ് അവരുടെ തോഴന്മാർ. അവർ സകരിയ നബിയെ വെറുത്തു. സകരിയ നബിയുമായി ബന്ധപ്പെട്ട ഏതിനെയും വെറുത്തു. സകരിയ നബിയുടെ സംരക്ഷണയിൽ വളരുന്ന മറിയമിനെ വെറുത്തു. ഈസ എന്ന കൊച്ചുകുഞ്ഞിനെ വെറുത്തു. യഹ്യ എന്ന കുഞ്ഞിനെയും വെറുത്തു. ആ കുടുംബത്തെ ഒന്നാകെ വെറുത്തു. തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കെല്ലാം ആ കുടുംബം എതിരാണ്. അവർ ജീവിച്ചിരിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാണ്. തങ്ങളെക്കാൾ വലിയ നേതാക്കളായി അവർ വളർന്നുവരാൻ പാടില്ല. ദുഷ്ടന്മാരുടെ ചിന്ത വല്ലാതെ വഴിതെറ്റാൻ തുടങ്ങി. ദുഷ്ടന്മാർ അസ്വസ്ഥരായി. കുട്ടി സംസാരിച്ചിരിക്കുന്നു. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി. നാട്ടുകാർ അതിശയത്തോടെ നോക്കിനിന്നു. നാട്ടിലാകെ അതാണുമിപ്പോൾ സംഭാഷണ വിഷയം. ഇവൻ അപകടകാരിയാണ്. ഇവൻ വളർന്നാൽ കുഴപ്പമാണ്. ദുഷ്ടന്മാർ ശബ്ദമുയർത്തി സംസാരിച്ചു. ഇത് സിഹറാണ്. കാരണമാണ്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി സംസാരിച്ചുവെന്നത് വെറും ജാലവിദ്യയാണ്. അല്ലാഹു നൽകിയ മുഅ്ജിസത്തിനെ അവർ പരിഹസിച്ചു. പരസ്യമായി ധിക്കരിച്ചു. സത്യവിശ്വാസികൾ അത് കേട്ട് ദുഃഖിച്ചു. സകരിയ നബി അസ്വസ്ഥനായി. ധിക്കാരികൾ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അവർ കുഞ്ഞിനെ വധിക്കാൻ പരിപാടി തയ്യാറാക്കുകയാണ്. കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കും? ധിക്കാരികൾ കടുത്ത പ്രയോഗങ്ങൾ തുടങ്ങി. മറിയം പരിശുദ്ധയല്ല. വ്യഭിചാരം ചെയ്ത സ്ത്രീയാണ്. പാപം ചെയ്തവളാണ്. പിതാവില്ലാതെ കുട്ടി ജനിച്ചുവെന്ന് പറയുന്നത് കളവാണ്. ആശാരിപ്പണിക്കാരനായ ജോസഫാണ് കുട്ടിയുടെ പിതാവ്. ജോസഫ് യൂസുഫ് ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെപ്പറ്റി അപവാദം പറയരുത്. സകരിയ നബിയുടെ പ്രതികരണം അതായിരുന്നു. ധിക്കാരികൾ ഇങ്ങനെ മറുപടി നൽകി. ജോസഫും മറിയമും അവിഹിത ബന്ധം പുലർത്തി. സന്താനം ജനിച്ചു. പ്രവാചകനാണെന്ന് പറയുന്ന സകരിയ കുറ്റവാളിയായ ജോസഫിനെ പരിശുദ്ധനാക്കുന്നു. സകരിയയും നല്ലവനല്ല. ആരെയും ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. സകരിയ നബി ശാന്തമായി സംസാരിച്ചു. അല്ലാഹു ആദം നബിയെ എങ്ങനെ സൃഷ്ടിച്ചുവെന്ന് നിങ്ങൾ ചിന്തിക്കുക. മാതാവും പിതാവുമില്ലാതെ സൃഷ്ടിച്ചു. ഹവ്വാ ബീവിയെ എങ്ങനെ സൃഷ്ടിച്ചു? ചിന്തിച്ചു നോക്കുക. ആദം നബിയിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചു. ആദം നബിയുടെ വാരിയെല്ലിൽ നിന്ന്. ഉമ്മയില്ല. ഈസാ നബിയെ അല്ലാഹു ഒരു സ്ത്രീയിൽ നിന്ന് സൃഷ്ടിച്ചു. പുരുഷനില്ലാതെ. സ്ത്രീയിൽ നിന്ന് മാത്രം കുഞ്ഞിനെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന് ഒരു പ്രയാസവുമില്ല. ഈ കുഞ്ഞ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. നിങ്ങൾ നല്ലതുപോലെ ചിന്തിക്കുക. ധിക്കാരികളുടെ ചിന്ത മറ്റൊരു വഴിക്കാണ് പോയത്. ഈ കുഞ്ഞിനെ എങ്ങനെ വധിച്ചുകളയാം? സകരിയ നബി മറിയമിനെ സമീപിച്ചു. സ്വകാര്യമായി ഉപദേശിച്ചു. മോളെ, ഈ ധിക്കാരികൾ എന്ത് സാഹസത്തിനും തയ്യാറാണ്. അവർ ഈ കുഞ്ഞിനെ വധിച്ചുകളയാൻ ഒരുങ്ങുകയാണ്. എനിക്കിവരെ എതിർത്തു തോൽപ്പിക്കാൻ കഴിയുമോ? മോളൊരു കാര്യം ചെയ്യണം. കുഞ്ഞുമോനെയും കൊണ്ട് നാടുവിടണം. മറ്റൊരു മാർഗവുമില്ല. മറിയം സങ്കടത്തോടെ ചോദിച്ചു. ഞങ്ങളെങ്ങോട്ടു പോവും? മിസ്രിലേക്ക്. അവിടെ രഹസ്യമായി താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഉടനെ പുറപ്പെടണം. ശത്രുക്കളറിയാതെ സ്ഥലം വിടണം. പിന്നെ യാത്രയെക്കുറിച്ചായിരുന്നു ചിന്ത. ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും നാട് വിടേണ്ടി വന്നിരിക്കുന്നു. കൊലക്കത്തി തലക്കുമുകളിൽ തൂങ്ങിയാടുന്നു. യാത്രയിൽ വേണ്ട ആഹാരസാധനങ്ങൾ, വസ്ത്രങ്ങൾ, വെള്ളം എല്ലാം ശേഖരിച്ചു. വളരെ അടുത്ത ചില ബന്ധുക്കൾ മാത്രം വിവരമറിയും. മറ്റാരെയും അറിയിച്ചില്ല. ധിക്കാരികൾ രഹസ്യയോഗം ചേരുന്നു.
കുഞ്ഞിനെ വധിക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകുന്നു. അപ്പോൾ മറിയം ബീവി കുഞ്ഞിനെയും കൊണ്ട് മിസ്രിലേക്ക് നീങ്ങുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വാർത്ത നാടാകെ പരന്നു. മറിയമിനെയും കുഞ്ഞിനെയും കാണാനില്ല. ധിക്കാരികളുടെ കോപം വർദ്ധിച്ചു. സകരിയ നബി അധികനേരവും പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടി. ആരാധനകളിൽ മുഴുകി. സംസാരം വളരെ കുറവാണ്. ദിക്റുകളും ദുആയും വർദ്ധിപ്പിച്ചു. സകരിയ നബി അധികനേരവും പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടി. ആരാധനകളിൽ മുഴുകി. സംസാരം വളരെ കുറവാണ്. ദിക്റുകളും ദുആയും വർദ്ധിപ്പിച്ചു. ഭക്തജനങ്ങൾ രാവിലെയും വൈകുന്നേരവും പള്ളിയിൽ തടിച്ചുകൂടും. സകരിയ നബി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. വേണ്ട ഉപദേശങ്ങൾ നൽകും. സഹോദരന്മാരെ, ഈ ലോകം നശ്വരമാണ്. ഈ ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനുമെല്ലാം നശിക്കും. പരലോക ജീവിതമാണ് ശാശ്വതം. അവിടെ വിജയം വരിക്കണം. അതിനുവേണ്ടി ഇവിടെ ത്യാഗം സഹിക്കണം. ഈ ലോകം മുഅ്മിനീങ്ങൾക്ക് അത്ര സുഖകരമാവില്ല. ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണ്. പല പ്രയാസങ്ങളും നേരിടേണ്ടിവരും. ശപിക്കപ്പെട്ട ഇബ്ലീസ് മുഅ്മിനീങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. അവൻ നമ്മുടെ ശത്രുക്കളോടൊപ്പമുണ്ട്. ശപിക്കപ്പെട്ടവൻ അവരെ നയിക്കുന്നു. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടണം. അതിന് നന്നായി പ്രാർത്ഥിക്കുക. ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ക്ഷമ മുറുകെ പിടിക്കുക. അല്ലാഹു മുഅ്മിനീങ്ങളെ സഹായിക്കും. ആ ബോധം എപ്പോഴും വേണം. ആ പ്രതീക്ഷ വേണം. ആശ മുറിയരുത്. മനസ്സിൽ തട്ടുന്ന ഉപദേശം. ആ വാക്കുകൾ സത്യവിശ്വാസികളുടെ മനസ്സ് തൊട്ടുണർത്തി. അവർ ആവേശഭരിതരായി, ത്യാഗസന്നദ്ധരായി. ഏതു പരീക്ഷണത്തെയും നേരിടാൻ ധൈര്യമുണ്ട്. ക്ഷമ, അതാണവരുടെ പരിച. പ്രതിസന്ധിഘട്ടങ്ങളിലെല്ലാം ക്ഷമിക്കുക. അവരുടെ ക്ഷമയും സഹനവും എക്കാലത്തെയും മുസ്ലിംകൾക്ക് മാതൃകയാണത്. മറിയം ബീവി കുഞ്ഞിനോടൊപ്പം മിസ്രിലെത്തി. സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായ ഈജിപ്ത്. അവിടെയാണ് ഈസാ നബിയുടെ കുട്ടിക്കാലം കടന്നുപോയത്. ഒരു വീട്ടിൽ താമസം. മറിയമിന്റെ സാന്നിധ്യം അവിടെയുള്ളവർ വലിയ അനുഗ്രഹമായി കരുതി. പെണ്ണുങ്ങൾക്ക് മറിയം ബീവി പ്രകാശം ചൊരിയുന്ന വിളക്കുപോലെയായിരുന്നു. എത്രയെത്ര പെണ്ണുങ്ങളുടെ മനസ്സിലെ ഇരുട്ടകറ്റാൻ അവരുടെ വാക്കുകൾക്ക് കഴിഞ്ഞു. വിജ്ഞാനത്തിന്റെ പ്രഭയും ശക്തിയും അവരിലുണ്ട്. മറിയം ബീവിയിൽ നിന്നാകുന്നു. ഏറെ നേരവും മറിയം ബീവി ഇബാദത്തിലായിരുന്നു. അല്ലാഹുവിലേക്ക് എങ്ങനെ അടുക്കും? അവന്റെ പ്രീതി എങ്ങനെ നേടാം? അതിനുള്ള വഴി മറിയം ബീവി പെണ്ണുങ്ങൾക്ക് പറഞ്ഞുകൊടുത്തു. ആ മാർഗത്തിലൂടെ അവർ സഞ്ചരിച്ചു. അവരൊക്കെ പുണ്യവതികളായിത്തീർന്നു. അനുഗ്രഹീതമായ ദിനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഈസാനബി അവിടുത്തെ കുട്ടികളോടൊപ്പം ഓടിക്കളിച്ചും രസിച്ചും വളർന്നു. ഈസാനബി മറ്റു കുട്ടികളെപ്പോലെയല്ല. കളിയിൽ അമിത താൽപ്പര്യമില്ല. ഒന്നിലും വലിയ രസം കാണിക്കില്ല. കുട്ടികളോടൊപ്പം കഴിയും, തമാശ കാണിക്കും. കളിക്കുന്നതിനിടയിൽ ഈസാനബി തന്റെ കൂട്ടുകാരനോടിങ്ങനെ പറയുന്നു: കൂട്ടുകാരാ, ഇന്ന് രാവിലെ നിന്റെ ഉമ്മ നിനക്ക് വിളമ്പിത്തരുന്നത് മധുരപലഹാരമായിരിക്കും. കൂട്ടുകാരൻ വീട്ടിലോടുന്നു. മുറ്റത്തെത്തുമ്പോൾ വിളിച്ചു പറയുന്നു: ഉമ്മ, എനിക്ക് മധുരപലഹാരം വിളമ്പിത്തരൂ. ഉമ്മ അത്ഭുതത്തോടെ ചോദിക്കുന്നു: മോനെ, ഞാൻ മധുരപലഹാരം ചുടുന്ന കാര്യം നീയെങ്ങനെ അറിഞ്ഞു? നിന്നോടാരാണ് പറഞ്ഞുതന്നത്? കുട്ടി സന്തോഷത്തോടെ മറുപടി പറയുന്നു: ഈസബിനു മറിയം. വീട്ടുകാർക്കെല്ലാം അതിശയം. ഈസാനബി കൂട്ടുകാരോടെല്ലാം ഇങ്ങനെ പലതും പറയും. പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കും. ഈസാനബി കൂട്ടുകാർക്കിടയിലെ മഹാത്ഭുതം. വെറുതെ ചറപറ സംസാരിക്കില്ല. കുറച്ച് സംസാരിക്കും. പറയുന്നതിന് അർത്ഥപൂർണമായ വാക്കുകൾ. സ്വയം പറയുകയല്ല, അല്ലാഹു തോന്നിപ്പിക്കുന്നു. അങ്ങനെ തോന്നലുണ്ടാകുമ്പോൾ പറയുന്നു. പറയുന്നത് തെറ്റില്ല. അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോഴും ശത്രുക്കൾ അന്വേഷണത്തിലാണ്. മറിയമിനെയും ഈസായെയും കണ്ടെത്തണം. അവരുടെ ശ്രമം വിജയിച്ചില്ല. തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. മറിയം ബീവിയുടെ പദവി അല്ലാഹു നാൾക്കുനാൾ ഉയർത്തുകയായിരുന്നു. പിൽക്കാലത്ത് നടന്നൊരു സംഭവം പറയാം. ഒരിക്കൽ മുഹമ്മദ് നബി തങ്ങൾ ഭൂമിയിൽ 4 വരകൾ വരച്ചു. എന്നിട്ട് സ്വഹാബികളോട് ചോദിച്ചു, ഇതെന്താണെന്നറിയാമോ? അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം. സ്വഹാബികൾ മറുപടി പറഞ്ഞു. നബി വിശദീകരിച്ചു. സ്വർഗാവകാശികളായ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ 4 പേരാകുന്നു ഖുവൈലിദിന്റെ മകൾ ഖദീജ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, ഇമ്രാന്റെ മകൾ മറിയം, ഫിർഔന്റെ ഭാര്യ ആസിയ. സ്വഹാബികൾ ആശ്ചര്യത്തോടെ കേട്ടുനിന്നു. മറിയമിന്റെ മഹത്വം ലോകമറിഞ്ഞു. ഈസാനബി വളർന്നു വലുതായി, നല്ല യുവാവായി. ആകർഷകമായ ശരീരഘടന. ആരും നോക്കിനിന്നു പോകും. ശാന്തഗംഭീരമായ മുഖഭാവം. ആകർഷകമായ കണ്ണുകൾ. മനോഹരമായ ചുണ്ടുകൾ. അതിനൊത്ത പല്ലുകൾ. അല്ലാഹുവിന്റെ കൽപ്പന വന്നു: ഫലസ്തീനിലേക്ക് മടങ്ങുക. രഹസ്യജീവിതത്തിന്റെ കാലം കഴിഞ്ഞു. ഇനി പരസ്യ പ്രബോധനത്തിന്റെ കാലമായി. ധിക്കാരികളായ ജനതയെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. അതാണ് തന്റെ ദൗത്യം.
മറിയം ബീവിയോടൊപ്പം ഈസാ നബി നാട്ടിൽ മടങ്ങിയെത്തി. അബുസർഅത്ത് അർദിമിഷ്കി ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: റമളാൻ മാസം 18 കഴിഞ്ഞപ്പോൾ ഈസാ നബിക്ക് അല്ലാഹു ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥം ഇറക്കിക്കൊടുത്തു. മൂസാ നബിക്ക് തൗറാത്ത് ഇറക്കിയതും ദാവൂദ് നബിക്ക് സബൂർ ഇറക്കിയതും മുഹമ്മദ് നബി തങ്ങൾക്ക് ഖുർആൻ ഇറക്കിയതും വിശുദ്ധ റമളാൻ മാസത്തിലാകുന്നു. ദാവൂദ് നബിക്ക് സബൂർ ഇറങ്ങി 1050 കൊല്ലം കഴിഞ്ഞാണ് ഇഞ്ചീൽ ഇറങ്ങിയത്. ഇബ്നു കഥീർ തന്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഇഞ്ചീൽ ഇറങ്ങുമ്പോൾ ഈസാ നബിക്ക് 30 വയസ്സ് പ്രായമായിരുന്നു. ആകാശത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ 33 വയസ്സും. അല്ലാഹു ഈസാ നബിയോട് ഇങ്ങനെ കൽപ്പിച്ചു: ഓ ഈസാ, ഈ വേദഗ്രന്ഥം ശക്തിയോടെ മുറുകെ പിടിക്കുക. ഈ ജനതയ്ക്ക് ഇഞ്ചീൽ വായിച്ചു കൊടുക്കുക, വിശദീകരിച്ചു പറഞ്ഞുകൊടുക്കുക. ഈസാ നബി ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥവുമായി രംഗത്തേക്ക് വന്നു. ഇഞ്ചീൽ പാരായണം ചെയ്തു. അത് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. സത്യവിശ്വാസം കൈക്കൊള്ളാൻ ജനങ്ങളോടാവശ്യപ്പെട്ടു: ഹേ ജനങ്ങളെ, അല്ലാഹു ഏകനാകുന്നു. അവനല്ലാതെ ഒരു രക്ഷിതാവില്ല. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഞാൻ അല്ലാഹുവിന്റെ റസൂലാകുന്നു. ഇത് അല്ലാഹു എനിക്ക് ഇറക്കിത്തന്ന വേദഗ്രന്ഥം ഇഞ്ചീൽ. ജനങ്ങളെ, നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ. അല്ലാഹു ഏകനാണെന്ന് സാക്ഷ്യം വഹിക്കുവിൻ. ഈസബിന് മറിയം അല്ലാഹുവിന്റെ അടിമയും പ്രവാചകനുമാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ. ഇഞ്ചീൽ അല്ലാഹുവിന്റെ വേദഗ്രന്ഥമാണെന്നതിന് നിങ്ങൾ സാക്ഷികളാകുവിൻ. ഈസാ നബി പ്രതീക്ഷയോടെ ആൾക്കൂട്ടത്തെ നോക്കി. സാക്ഷികളാവാൻ ആരും മുമ്പോട്ടു വരുന്നില്ല. പലരും സംശയിച്ചു നിൽക്കുന്നു. ധിക്കാരികൾ കോപത്തോടെ പല്ല് ഞെരിക്കുന്നു. അന്തരീക്ഷത്തിൽ വല്ലാത്ത പിരിമുറുക്കം. സംഘർഷത്തിന്റെ മേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. അപ്പോൾ അത്യധികം സുമുഖനായൊരു ചെറുപ്പക്കാരൻ ധീരമായി മുമ്പോട്ടു വന്നു. എന്നിട്ടുറക്കെ പ്രഖ്യാപിച്ചു: അല്ലാഹു ഏകനാണെന്നും ഈസബിന് മറിയം അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഇഞ്ചീൽ അല്ലാഹുവിന്റെ വേദഗ്രന്ഥമാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിച്ചുകൊള്ളുന്നു. ആൾക്കൂട്ടം ആ ചെറുപ്പക്കാരനെ കാണാൻ തല ഉയർത്തി നോക്കി. ആരാണാ ധീരൻ? അത് സകരിയാ നബിയുടെ മകൻ യഹ്യ നബിയായിരുന്നു. ധിക്കാരികളുടെ കോപം വർദ്ധിച്ചു. ഈസായെയും യഹ്യയെയും വെറുതെ വിട്ടില്ല. അവർ പരസ്യമായി പ്രഖ്യാപിച്ചു. ജനങ്ങളെ പ്രവാചകന്മാർക്കെതിരെ തിരിച്ചുവിടാൻ അവർ പല അടവുകൾ പ്രയോഗിച്ചു. കള്ളക്കഥകൾ പലതും പഴുതുണ്ടാക്കി. പൊടിപ്പും തൊങ്ങലും വെച്ചു നാട്ടിലാകെ പറഞ്ഞു പരത്തി. നാടാകെ ഇളകിമറിഞ്ഞു. എതിർപ്പുകൾ, പരിഹാസം, വെല്ലുവിളികൾ അതെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രവാചകന്മാർ മതപ്രചരണം നടത്തിക്കൊണ്ടിരുന്നു. ഈസായോടും യഹ്യയോടും. അവർ അടുത്ത ബന്ധുക്കൾ. ഇശാ, ഹന്നത്ത് അവർ സഹോദരിമാർ. ഇശാഇന്റെ മകൻ യഹ്യാ നബി, ഹന്നായുടെ മകൾ മറിയം ബി. അവരുടെ മകൻ ഈസാ നബി. ഇതാണ് അവർ തമ്മിലുള്ള കുടുംബബന്ധം. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ എന്ന നിലക്കുള്ള ബന്ധം വളരെ ശക്തമാണ്. അവർ ഒന്നിച്ചു സഞ്ചരിക്കും. അല്ലാഹുവിന്റെ പ്രീതി മാത്രമാണവരുടെ ലക്ഷ്യം. ഭൂമിയാണവരുടെ വിരിപ്പ്, ആകാശം അവരുടെ മേൽപ്പുര. ഈസാ നബി കമ്പിളി വസ്ത്രം ധരിക്കും. യഹ്യ നബി പരുക്കൻ വസ്ത്രം ധരിക്കും, തീരെ മിനുസമില്ലാത്ത രോമം കൊണ്ടുള്ള വസ്ത്രം. രണ്ടാളുടെ കൈയിലും ദീനാറോ ദിർഹമോ കാണില്ല. അവരുടെ കൈവശം അടിമകളോ വേലക്കാരോ ഇല്ല. അന്തിയുറങ്ങാൻ ഒരിടമില്ല. രാത്രിയാവുമ്പോൾ അവർ എവിടെയാണോ എത്തിയത് അവിടെ കിടന്നുറങ്ങും. മിക്കപ്പോഴും യഹ്യ നബി ഭക്ഷണം മരങ്ങളുടെ ഇലയായിരിക്കും. അല്ലാഹുവിന്റെ വനം, വനത്തിലെ മരം, അതിന്റെ ഇല അല്ലാഹുവിന്റെ വാക്കാണ്. അല്ലാഹുവിന്റെ അടിയൻ, അത് ഹലാലാണ്, അനുവദനീയം. അതുകൊണ്ട് ഇല തിന്നുന്നു. ആരെങ്കിലും ആഹാരം നൽകിയാൽ അത് കഴിക്കാൻ ഭയമാണ്. ഭക്ഷണം ഹലാലാണോ ഹറാമാണോ? ആ ഭയം കാരണം പലപ്പോഴും ഭക്ഷണം ഉപേക്ഷിക്കും. പിതാവ് സകരിയ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ജനങ്ങളെ ഉപദേശിക്കും. ഉപദേശം കേൾക്കാൻ വന്നുകൂടുന്നവർക്കിടയിൽ യഹ്യ നബി പോയിരിക്കും. ഒരിക്കൽ പിതാവ് ഇങ്ങനെ ഉപദേശിച്ചു: അല്ലാഹു സ്വർഗവും നരകവും സൃഷ്ടിച്ചു. അല്ലാഹുവിന്റെ സജ്ജനങ്ങൾക്കാണ് സ്വർഗം, പാപികൾക്കാണ് നരകം. നരകശിക്ഷയെ ഭയപ്പെട്ടുകൊള്ളുക. എങ്ങനെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം? ജനങ്ങളെ, ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ചോർത്ത് കരയുക, കരഞ്ഞു പ്രാർത്ഥിക്കുക, കരഞ്ഞു പശ്ചാത്തപിക്കുക. കണ്ണീർ കൊണ്ടല്ലാതെ രക്ഷയില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. യഹ്യ നബി അത് കേട്ടു തേങ്ങിക്കരഞ്ഞു. പിന്നെ കരച്ചിലിന് ശമനമില്ല. പിതാവിന്റെ ഉപദേശം മറക്കാനാവുന്നില്ല. കണ്ണീർ കണങ്ങൾ നിയന്ത്രിക്കാനാവുന്നില്ല. കവിളുകളിൽ കണ്ണീർച്ചാലുകൾ. അവ അടയാളം സൃഷ്ടിച്ചു. മനോഹരമായ കവിളുകളിൽ കണ്ണീരൊഴുക്കിയ ചാലുകൾ കാണാമായിരുന്നു. 5 വചനങ്ങൾ ഈസാ നബി യഹ്യാ നബിയുടെ കൂടെ നടക്കുകയാണ്. അവരുടെ സംഭാഷണത്തിലൂടെ ഒഴുകിവരുന്നത് വിജ്ഞാനത്തിന്റെ വിലപ്പെട്ട മുത്തുകളാണ്. സംഭാഷണത്തിനിടയിൽ ഈസാ നബി ചോദിച്ചു: 5 വചനങ്ങൾ അറിയിക്കാൻ അല്ലാഹു താങ്കളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, താങ്കളത് നിർവഹിച്ചോ? യഹ്യ നബി അതിനൊരുങ്ങുകയായിരുന്നു. പറയാൻ പറ്റിയ സന്ദർഭം കിട്ടണമല്ലോ, അതിനുവേണ്ടി അല്പം കാത്തിരുന്നതാണ്.
അല്ലാഹുവിന്റെ 5 വചനങ്ങൾ അത് വളരെ ഗൗരവത്തോടെ ജനങ്ങളെ അറിയിക്കണം. അതനുസരിച്ച് പ്രവർത്തിക്കാൻ ജനങ്ങളോടാവശ്യപ്പെടണം. ആലോചിച്ചു നിൽക്കുന്നതിനിടയിൽ ഈസാ നബിയുടെ അടുത്ത ചോദ്യം വന്നു. അല്ലാഹുവിന്റെ 5 കലിമത്തുകൾ താങ്കൾ ജനങ്ങളെ അറിയിക്കുന്നോ, അതോ ഞാൻ അറിയിക്കണോ? യഹ്യാ നബി ഇങ്ങനെ മറുപടി നൽകി, ഇക്കാര്യത്തിൽ താങ്കളെന്നെ മുൻകടന്നുകളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്കിൽ എന്റെ കാര്യം നഷ്ടം തന്നെ. ഞാൻ തന്നെ അറിയിക്കാം. അല്ലാഹു തുണക്കട്ടെ. യഹ്യാ നബി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, എല്ലാവരും ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരിക. ചില ഗൗരവമുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. എല്ലാവരും ബൈത്തുൽ മുഖദ്ദസിൽ സമ്മേളിക്കുക. ആളുകൾ കൂട്ടത്തോടെ വരാൻ തുടങ്ങി. പള്ളി തിങ്ങി നിറഞ്ഞു. വമ്പിച്ച സദസ്സിനു മുമ്പിൽ യഹ്യാ നബി വന്നുനിന്നു. അദ്ദേഹം സംസാരം തുടങ്ങി. അല്ലാഹു 5 കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങൾ അതനുസരിച്ച് കർമ്മങ്ങൾ നിർവഹിക്കണം. ജനങ്ങൾ 5 കാര്യങ്ങൾ കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. യഹ്യാ നബി തുടർന്നു, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. അതിലാരെയും പങ്കുചേർക്കരുത്. അത് ശിർക്കാണ്. ശിർക്ക് മഹാപാപമാകുന്നു. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് വായുവും വെള്ളവും നൽകി, കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകി. നിങ്ങൾ അവന് നന്ദി ചെയ്യണം. ശിർക്കെന്ന് പറഞ്ഞാലെന്താണ്? അനുഗ്രഹങ്ങൾ അല്ലാഹുവിൽ നിന്ന് സ്വീകരിക്കുക, നന്ദി മറ്റാർക്കെങ്കിലും നൽകുക. അതങ്ങനെ ശരിയാവും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പണം നൽകി ഒരടിമയെ വാങ്ങി. ആ അടിമയുടെ ജോലിയുടെ കൂലി മറ്റൊരാൾ കൊണ്ടുപോയാൽ നിങ്ങൾ സഹിക്കുമോ? അങ്ങനത്തെ ഒരടിമയുണ്ടാവാൻ നിങ്ങളാരെങ്കിലും ആഗ്രഹിക്കുമോ? സദസ്സിന് നന്നായി മനസ്സിലാകും വിധം ഏകദൈവവിശ്വാസം തൗഹീദ് പഠിപ്പിച്ചു. ബഹുദൈവ വിശ്വാസം ശിർക്ക് അതോടൊപ്പം തന്നെ പഠിപ്പിച്ചു. ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ആളുകൾക്ക് കാര്യം ബോധ്യപ്പെട്ടു. യഹ്യാ നബി ഇങ്ങനെ തുടർന്നു, ഇനി രണ്ടാമത്തെ കാര്യം പറയാം. നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. നിങ്ങൾ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങൾക്ക് നേരെയാണ് നോക്കുന്നത്. നിങ്ങളുടെ മനസ്സ് അവന് നേരെയായിരിക്കണം. മനസ്സ് മറ്റൊന്നിലേക്കും തിരിഞ്ഞുപോവരുത്. നിങ്ങളുടെ മനസ്സ് അവന് നേർക്കുനേരെയായിരിക്കുമ്പോഴെല്ലാം അവന്റെ നോട്ടം നിങ്ങൾക്ക് നേരെയായിരിക്കും. അവന്റെ നോട്ടം എങ്ങോട്ടും തെറ്റിപ്പോവുകയില്ല. നിസ്കാരത്തിൽ പൂർണ്ണമായ മനസ്സാന്നിധ്യം വേണം. മൂന്നാമത്തെ കാര്യം വ്രതം അനുഷ്ഠിക്കലാകുന്നു. നോമ്പെടുക്കുന്നവന്റെ ഉദാഹരണം കസ്തൂരിയുമായി പോകുന്നവന്റെ ഉദാഹരണമാകുന്നു. കസ്തൂരി വെച്ച സഞ്ചിയുടെ എല്ലാ ഭാഗത്തും സുഗന്ധം കാണും. നോമ്പുകാരന്റെ വായുടെ സുഗന്ധം അല്ലാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാവുന്നു. നാലാമത്തെ കാര്യം സ്വദഖ സക്കാത്ത് ആകുന്നു. അഞ്ചാമത്തെ കാര്യം അല്ലാഹുവിനു വേണ്ടി ധാരാളം ദിക്ർ ചൊല്ലുക എന്നതാകുന്നു. ദിക്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യനെ അയാളുടെ ശത്രുക്കൾ പിന്തുടരുന്നു. അവരുടെ പിടിയിൽപ്പെടാതിരിക്കാൻ കഴിയാവുന്നത്ര വേഗതയിൽ ഓടുന്നു. കിട്ടിയില്ല എന്ന മട്ടിലാണ് ഓട്ടം. അപ്പോൾ ശക്തമായ ഒരു കോട്ട കണ്ടു. അയാൾ ആ കോട്ടയിൽ അഭയം തേടി. ഇനി പേടിക്കാനില്ല. നാമെല്ലാം അഭയം തേടിയുള്ള ഈ ഓട്ടത്തിലാണ്. ആരാണ് നമ്മെ ഓടിക്കുന്ന ശത്രു? ശപിക്കപ്പെട്ട ഇബ്ലീസ്. നാം പിടികൊടുക്കാതെ ഓടുകയാണ്. നമുക്ക് ഒരു കോട്ടയിൽ അഭയം തേടണം. ഏതാണാ കോട്ട? നാം ചൊല്ലിയ ദിക്റുകൾ. അതുകൊണ്ട് ധാരാളം ദിക്റുകൾ ചൊല്ലുക. അത് നിങ്ങളെ രക്ഷിക്കുന്ന കോട്ടയാണെന്ന് മനസ്സിലാക്കുക. നബിയുടെ വിശദീകരണം പലരുടെയും മനസ്സിന്റെ അടിത്തട്ടിലേക്ക് കടന്നുചെന്നു ചലനങ്ങൾ സൃഷ്ടിച്ചു. പ്രസംഗം കേട്ട് പുറത്തിറങ്ങിയവരിൽ ഒരു വിഭാഗം വിമർശനം തുടങ്ങി. അതുവരെ ഭക്തിയോടെയിരുന്ന പലരും അവരുടെ വലയിൽ കുടുങ്ങി. ഒരിക്കൽ യഹ്യാ നബിയെ കാണാതായി. പലപ്പോഴും ജനങ്ങളിൽ നിന്നകന്നു പോവാറുണ്ട്. മരുഭൂമിയിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. പിന്നെ തിരിച്ചുവരും. മാതാപിതാക്കൾ മകനെ തേടിപ്പോകും. അന്വേഷിച്ചു കണ്ടെത്തും. അതാണ് പതിവ്. ഇത്തവണയും സകരിയ നബി അന്വേഷിച്ചു നടന്നു. 3 ദിവസം അന്വേഷിച്ചു. മരുഭൂമിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഒരു ഖബർ കണ്ടു. ഖബറിൽ ഇറങ്ങി നിന്ന് ഒരാൾ കരയുന്നു. എന്തൊരു കരച്ചിൽ! മോനെ! സകരിയ നബി നീട്ടി വിളിച്ചു. എന്താണ് മോനെ ഇത്? 3 ദിവസമായി ഞാൻ മോനെ അന്വേഷിച്ചു നടക്കുകയാണ്. എന്തൊരു കരച്ചിലാണിത്? ഉപ്പ പറഞ്ഞിട്ടില്ലേ, കണ്ണീർ കൊണ്ടല്ലാതെ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്നൊക്കെ. മോനെ, കരഞ്ഞോളൂ. ഉപ്പ പറഞ്ഞത് ശരിയാണ്. താൻ തന്നെ കുഴിച്ച ഖബറിൽ ഇറങ്ങി നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മകനെ കണ്ടപ്പോൾ പിതാവും കരഞ്ഞുപോയി. അല്ലാഹുവിനോടുള്ള സ്നേഹം, അതാണ് വിശുദ്ധമായ മഹബ്ബത്ത്. അല്ലാഹുവിനോട് മഹബ്ബത്ത് വന്നവർക്ക് ഉറങ്ങാൻ കഴിയില്ല. അല്ലാഹുവിന്റെ തൃപ്തിക്കും സാമീപ്യത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. ഉറങ്ങി സമയം കളയില്ല. അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് മനസ്സ് നിറഞ്ഞവരായിരുന്നു സകരിയ നബി, യഹ്യാ നബി, ഈസാ നബി, മറിയം ബീവി എന്നിവർ, ഇശാ, ഇമ്രാൻ, ഹന്നത്ത് എന്നിവരും. അല്ലാഹുവിൽ നിന്ന് വളരെയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ച പ്രവാചകനാണ് ഈസാ നബി. അല്ലാഹുവിന്റെ യഥാർത്ഥ പ്രവാചകനാണെന്ന് അദ്ദേഹം ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവർ അതിനുള്ള തെളിവുകൾ അന്വേഷിച്ചു. അമാനുഷിക കർമ്മങ്ങൾ കാണാൻ അവർക്ക് ധൃതിയായി.
കളിമണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി എന്നിട്ടതിന് ജീവൻ നൽകി. അത് കണ്ടപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, വല്ലാത്ത ജാലവിദ്യ തന്നെ, അന്ധനായി ജനിച്ചവരെയും വെൺപുള്ളുകാരെയും സുഖപ്പെടുത്തി. അപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ഇത് വൈദ്യശാസ്ത്രം പഠിച്ച ആർക്കും ചെയ്യാവുന്നതാണ്. മരിച്ചവരെ ജീവിപ്പിച്ചു. ഇത് വലിയ മാരണം തന്നെയാണെന്നവർ പറഞ്ഞു. നിങ്ങൾ ഭക്ഷിച്ചതെന്താണെന്നും വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഭക്ഷണം എന്താണെന്നും ഞാൻ പറയാം. അതും മാരണമാണെന്ന് പറഞ്ഞൊഴിഞ്ഞു. എന്തൊക്കെ കാണിച്ചിട്ടും ദുഷ്ടമനസ്സുള്ളവർ വിശ്വസിച്ചില്ല. അല്ലാഹു ഈസാ നബിക്ക് വിഞ്ചാനം നൽകി. തൗറാത്തും ഇഞ്ചീലും പഠിപ്പിച്ചു. അതെല്ലാം പഠിച്ച് വളരെ പണ്ഡിതോചിതമായി സംസാരിച്ചു. എന്നിട്ടും ഫലമില്ല. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ടും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഈസാ നബിയെ നബിയായി അംഗീകരിച്ചുള്ളൂ. ശക്തമായ ഭൂരിപക്ഷം ഈസാ നബിയെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത്. പരമാവധി ശ്രമിച്ചു. ജനങ്ങളിൽ നിന്ന് സത്യനിഷേധം മാത്രം പ്രകടമായി. ആ സന്ദർഭത്തിൽ ഈസാ നബിയുടെ നിരാശയും പ്രയാസവും എത്രയായിരിക്കും. മഹാനായ പ്രവാചകൻ ആ അവസരത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. വല്ലാത്തൊരു ചോദ്യമാണത്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ എന്നെ സഹായിക്കാനാരുണ്ട്? 12 പേർ മുമ്പോട്ടു വന്നു. അവർ പറഞ്ഞു, താങ്കളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. ഇവർ സഹായികൾ എന്നർത്ഥമുള്ള ഹവാരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. എല്ലാറ്റിനും സാക്ഷികളായി 2 പ്രവാചകന്മാർ അവിടെയുണ്ട്. സഗരീയ നബി, യഹ്യ നബി. യഹൂദികളുടെ കണ്ണിൽപ്പെടാതെ കഴിയുകയായിരുന്നു ഈസാ നബി. അദ്ദേഹത്തെ പിടിച്ചുകൊടുക്കാമെന്ന് വാക്കുപറഞ്ഞു. ഒരാൾ കൈക്കൂലി വാങ്ങിയിരുന്നു. പിടികിട്ടിയില്ല. ഈസാ നബിയെ അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തി. രൂപസാദൃശ്യമുള്ള ഒരാളെ യഹൂദികൾ കുരിശിൽ തറച്ചുകൊന്നു. യഹൂദികൾ നാട്ടിലാകെ അഹങ്കാരത്തോടെ പറഞ്ഞു നടന്നു, ഞങ്ങൾ ഈസായെ കുരിശിൽ തറച്ചുകൊന്നു. അടുത്ത ഊഴം സഗരിയയും യഹ്യയുമാകുന്നു. ശത്രുക്കൾ കൂടുതൽ പരാക്രമം കാണിക്കാൻ തുടങ്ങി. സഗരിയ നബി മലമുകളിൽ കയറി താമസിച്ചു. ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ കഴിഞ്ഞുകൂടി. ആരാധനകൾ നിർവഹിക്കാനും മറ്റും വളരെ ബുദ്ധിമുട്ടിലായി. മുഹമ്മദ് നബി തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ആകാശങ്ങൾ കടന്നുപോയി. പല പ്രവാചകന്മാരെ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തു. സഗരിയ നബിയെ കണ്ടുമുട്ടി സംഭാഷണം നടത്തി. അൽ ബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ ആ സംഭാഷണത്തിന്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. യഹ്യ നബിയുടെ വധത്തെക്കുറിച്ച് സഗരിയ നബി വിവരിക്കുകയാണ്. യഹ്യ അതിസുന്ദരനായ യുവാവായിരുന്നു. മുഖത്തിന്റെ ഭംഗി അവർണ്ണനീയം തന്നെ. അല്ലാഹുവിനെ ഭയന്നു ജീവിച്ചു. ഇസ്രായേല്യരുടെ രാജാവിന് ഒരു ഭാര്യയുണ്ടായിരുന്നു. പരപുരുഷ ബന്ധമുള്ള ഒരു വൃത്തികെട്ട സ്ത്രീ യഹ്യയുമായി ബന്ധപ്പെടണമെന്ന് അവൾ ആഗ്രഹിച്ചു. ക്ഷണിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത യഹ്യ, തെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത യുവാവ്. അവളെ അവഗണിച്ചു. അവൾക്ക് സഹിക്കാനായില്ല. അവളുടെ മനസ്സിൽ പ്രതികാരത്തിന്റെ അഗ്നി ജ്വലിച്ചു. യഹ്യയുടെ രക്തത്തിനുവേണ്ടി അവൾ ദാഹിച്ചു. കൊല്ലത്തിലൊരിക്കൽ അവർക്കൊരു ഉത്സവമുണ്ട്. അന്ന് രാജാവ് എഴുന്നള്ളും. ജനങ്ങളെല്ലാം വന്നുചേരും. ഉത്സവ ദിവസമായി. രാജ്ഞി വളരെ ഉത്സാഹത്തോടെ വന്നു. രാജാവിനെ അലങ്കാരവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. നന്നായി ഒരുക്കി. രാജ്ഞിയുടെ പ്രത്യേക താൽപ്പര്യവും സ്നേഹപ്രകടനവുമൊക്കെ കണ്ടപ്പോൾ രാജാവിനെന്തെന്നില്ലാത്ത സന്തോഷം. രാജാവ് രാജ്ഞിയോട് പറഞ്ഞു, എനിക്കത് തൃപ്തിയായി. ഇപ്പോൾ നിനക്കെന്നെ വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ചോദിച്ചോളൂ, ഞാൻ തരും. ഇത്തരം സന്ദർഭങ്ങളിൽ മുമ്പ് നീ ചോദിച്ചതൊന്നും ഞാൻ തരാതിരുന്നിട്ടില്ല. ചോദിക്കൂ. ഞാനെന്ത് ചോദിച്ചാലും തരുമോ? തീർച്ചയായും തരും, ചോദിക്കൂ. എനിക്ക് യഹ്യയുടെ തല വേണം. രക്തവും വേണം. രാജാവ് ഞെട്ടിപ്പോയി. പാരവശ്യത്തോടെ അദ്ദേഹം പറഞ്ഞു, അത് പറ്റില്ല. അതല്ലാത്ത മറ്റെന്തും നിനക്ക് ചോദിക്കാം. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. നീ എന്നെ ബുദ്ധിമുട്ടിലാക്കരുത്. ഇതല്ലാത്ത മറ്റെന്തും ഞാൻ തരാം. മറ്റൊന്നും എനിക്ക് ചോദിക്കാനില്ല. എനിക്ക് യഹ്യയുടെ തലയും രക്തവും വേണം. ശരീരത്തിൽ നിന്ന് തല അറുത്തെടുത്തുകൊണ്ടുവരണം. എന്റെ മുമ്പിൽ കൊണ്ടുവന്നു വയ്ക്കണം. രാജാവ് സംസാരിക്കാൻ പ്രയാസപ്പെട്ടു. രാജ്ഞി ഗൗരവത്തിൽ പറഞ്ഞു, അങ്ങ് വാക്കു പാലിക്കണം. രാജാവ് പട്ടാളക്കാരെ വിളിച്ച് കൽപ്പന നൽകി, യഹ്യയുടെ തല ഒരു തളികയിൽ വെച്ച് കൊണ്ടുവരിക. ഇസ്രായേല്യർക്ക് ഇതിൽ പരം സന്തോഷമുണ്ടോ? അവർ അമിതമായ ആവേശത്തോടെ ഓട്ടി. ആരാധനാമന്ദിര മിഹ്റാബിൽ യഹ്യ നബി നിസ്കരിക്കുന്നു. അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുനിന്ന് സഗരിയ നബി നിസ്കരിക്കുന്നു. വളരെ കുറഞ്ഞ ആളുകളെ അവിടെയുള്ളൂ. മൂർച്ചയുള്ള ആയുധങ്ങളുമായി ശത്രുക്കൾ ഓടിക്കയറി വന്നു. അവർ രാജകൽപ്പന നടപ്പിലാക്കി. യഹ്യയെ ആഞ്ഞുവെട്ടി. പുണ്യപ്രവാചകന്റെ ശരീരം രക്തത്തിൽ കുളിച്ച് മറിഞ്ഞു വീണു. അവർ ശിരസ് മുറിച്ചെടുത്ത് തളികയിൽ വെച്ചു. തളികയിൽ രക്തവും നിറച്ചു. അതുമായി കൊട്ടാരത്തിലേക്ക് പോയി. സഗരിയ നബി നിസ്കാരം പൂർത്തിയാക്കി. മകൻ കൊല്ലപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കിയില്ല. ഒരു പ്രവാചകന്റെ ക്ഷമ, അതിശയകരമായ ക്ഷമ. തളിക കൊട്ടാരത്തിലെത്തി. രാജ്ഞി ഉന്മാദിനിയായി ഓടിയെത്തി. ആവേശത്തോടെ തലയിൽ സ്പർശിച്ചു. അവൾ എടുത്തടിച്ചതുപോലെ വീണു. ക്രൂരമായ മരണം സംഭവിച്ചു. രാജാവും കൊട്ടാരവാസികളും നശിച്ചു. ക്രൂരമായ ശിക്ഷ അവരെ ബാധിച്ചു. പിറ്റേന്ന് ഇസ്രായേലികൾ ആർത്തട്ടഹസിച്ചു കൊണ്ടുവന്നു.
സകരിയയുടെ റബ്ബ് സകരിയയോട് കോപിച്ചിരിക്കുന്നു, നമുക്കവനെ വകവരുത്താൻ വരൂ, എല്ലാവരും ആയുധങ്ങളുമായി വരൂ, തന്നെ വധിക്കാനാണവർ വരുന്നത്. സകരിയ നബി ഓടി സർവശക്തിയുമെടുത്ത് ഓട്ടി ഒരു വലിയ മരത്തിന്റെ സമീപത്തെത്തി. ഒന്ന് തിരിഞ്ഞു നോക്കി. ആൾക്കൂട്ടം ഇങ്ങെത്താറായി. അവരുടെ മുമ്പിൽ ശപിക്കപ്പെട്ട ഇബ്ലീസ്. മരം നടുവെ പിളർന്നു. ഇങ്ങോട്ട് കയറിക്കൊള്ളൂ. മരം പറഞ്ഞു. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. ഇബ്ലീസ് കുതിച്ചു പാഞ്ഞു വരുന്നു. സകരിയ നബി മരത്തിനകത്തേക്ക് കയറി. കയറുന്നതിനിടയിൽ ഇബ്ലീസ് ഉടുപ്പിൽ പിടിച്ചു. മരം പൂർവ്വസ്ഥിതിയിലായി. സകരിയ നബിയെ കാണാനില്ല. പക്ഷെ ഉടുപ്പിന്റെ ഒരു ഭാഗം പുറത്തു കാണുന്നുണ്ട്. ഇബ്ലീസ് വിളിച്ചു പറഞ്ഞു, സകരിയ ഇതിനകത്തുണ്ട്. ഉടുപ്പിന്റെ അറ്റം കണ്ടില്ലേ? ഒരു വാൾ കൊണ്ടുവരൂ. മരം ഈർന്നു മുറിക്കൂ. വാൾ കൊണ്ടുവന്നു. ആളുകൾ ചുറ്റും കൂടി. ആരവം മുഴക്കി. വാൾ കൊണ്ട് മരം ഈർന്നു മുറിച്ചു. സകരിയ നബിയുടെ ശരീരം പിളർക്കപ്പെട്ടു. രക്തം പരന്നൊഴുകി. പുണ്യപ്രവാചകൻ രക്തസാക്ഷിയായി. സകരിയ നബിയുടെയും യഹ്യ നബിയുടെയും വധത്തെക്കുറിച്ച് പല ഗ്രന്ഥകാരന്മാരും വിവരിച്ചിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചാണ് യഹ്യ വധിക്കപ്പെട്ടതെന്ന് അഭിപ്രായമുണ്ട്. ജീറൂൻ മസ്ജിദിൽ വെച്ച് വധിക്കപ്പെട്ടു എന്നും അഭിപ്രായമുണ്ട്. പ്രസിദ്ധമായൊരു വചനം ഇങ്ങനെയാകുന്നു: ബൈത്തുൽ മുഖദ്ദസിന് സമീപമുള്ള പാറക്കെട്ടുകളിൽ വെച്ച് 70 നബിമാർ വധിക്കപ്പെട്ടിട്ടുണ്ട്. യഹ്യ നബി അവരിൽപ്പെടുന്നു. പുറത്തുനിന്നൊരു രാജാവെത്തി വമ്പിച്ച സൈന്യവുമായിട്ടാണ് വന്നത്. അമ്പിയാക്കളെ വധിച്ചതിനുള്ള ശിക്ഷ യുദ്ധത്തിന്റെ രൂപത്തിലാണ് വന്നത്. ഘോരയുദ്ധം നടന്നു. രാജാവും കൊട്ടാരനിവാസികളും സത്യനിഷേധികളായ ധിക്കാരികളുമടക്കം 75,000 പേരാണ് യുദ്ധത്തിൽ വധിക്കപ്പെട്ടത്. യഹ്യ നബിയുടെ വധത്തിന്റെ കാരണക്കാരായ രാജാവും രാജ്ഞിയും മകളും ജീവിച്ചിരുന്നത് ദമസ്കസിലായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. ദമസ്കസിലെ മസ്ജിദിന്റെ നിർമ്മാണം നടന്നുവരുന്നു. തൂണുകൾ നിർമ്മിക്കാൻ വേണ്ടി കുഴിയെടുക്കുന്നു. അപ്പോൾ ഒരു ഗുഹ കണ്ടു. ഗുഹയിൽ ഇരുട്ട്. ഖലീഫയെ വിവരമറിയിച്ചു. ഖലീഫയും പ്രമുഖന്മാരും വന്നു. വെളിച്ചവുമായി ഗുഹയിൽ പ്രവേശിച്ചു. സമചതുരാകൃതിയിൽ ഒരു പെട്ടി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെട്ടി. വളരെ സൂക്ഷ്മതയോടെ അത് തുറന്നു. പെട്ടിയിൽ യഹ്യ നബിയുടെ ശിരസ്. തൊലിക്കോ മുടിക്കോ ഒരു കേടുമില്ല. അപ്പോൾ മുറിച്ചെടുത്ത ശിരസ് പോലെയുണ്ട്. വളരെ ബഹുമാനപൂർവ്വം അത് കബറടക്കി. അതിന്റെ സ്മാരകം പോലെ മസ്ജിദ് പണിതുയർത്തി. യഹ്യ നബി വധിക്കപ്പെട്ടു. സകരിയ നബി വധിക്കപ്പെട്ടു. രണ്ടുപേരും രക്തസാക്ഷികളായി. രക്തസാക്ഷിയുടെ മകൻ രക്തസാക്ഷി. അവരുടെ ഘാതകന്മാരും സഹായികളും നിന്ദ്യരായി. ശപിക്കപ്പെട്ട മരണമാണ് അവർക്ക് വിധിക്കപ്പെട്ടത്. പ്രവാചകന്മാരെ വധിച്ചവരുടെ ശിക്ഷ. പിൽക്കാല സമൂഹങ്ങൾ പുണ്യപ്രവാചകന്മാരെക്കുറിച്ചും അവരെ വധിച്ച ധിക്കാരികളെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. തലമുറകൾക്ക് കൈമാറി വന്ന ചരിത്രം. എക്കാലത്തും അത് സജീവ ചർച്ചയായി നിലനിന്നു. അന്ത്യപ്രവാചകനായി മുഹമ്മദ് നബി തങ്ങൾ വന്നു. അല്ലാഹു ജിബ്രീൽ എന്ന മലക്ക് മുഖേന സകരിയ നബിന്റെയും യഹ്യ നബിന്റെയും ചരിത്രം മുഹമ്മദ് നബി തങ്ങൾക്ക് അറിയിച്ചുകൊടുത്തു. യഹൂദികൾ ഊറ്റം കൊള്ളുന്നു. തങ്ങൾ ഈസായെ കുരിശിൽ തറച്ചുകൊന്നു എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നു. വിശുദ്ധ ഖുർആൻ അതിനെ ഖണ്ഡിച്ചു. ഈസാ നബിയെ അല്ലാഹു ഉയർത്തുകയാണ് ചെയ്തത്. ശത്രുക്കൾക്ക് പിടികിട്ടിയിട്ടില്ല. മറ്റൊരു വിഭാഗം ഈസാ നബിയെ ദൈവപുത്രൻ എന്ന് വിളിച്ചു. ദൈവത്തിന് പുത്രനില്ല, ഭാര്യയില്ല, പെൺമക്കളുമില്ല. ഈസാ നബി ദൈവപുത്രനാണെന്ന വാദത്തെ വിശുദ്ധ ഖുർആൻ ഖണ്ഡിക്കുന്നു. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അല്ലാഹുവിന് ഒരിക്കലും അനുയോജ്യമല്ല. അവനെത്ര പരിശുദ്ധൻ! ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് ഉണ്ടാകുക എന്ന് പറയുക മാത്രമാണവൻ ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടാകുന്നു. എല്ലാ ധിക്കാരികളെയും അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. അന്നവർക്കെന്തൊരു കാഴ്ചയും കേൾവിയുമായിരിക്കും. ആയുസ്സുകാലത്ത് ചെയ്ത സകല അക്രമങ്ങളും അവർക്ക് ബോധ്യപ്പെടും. ആ വിചാരണ ദിവസത്തെക്കുറിച്ച് പ്രവാചകന്മാർ എല്ലാ സമൂഹങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ധിക്കാരികൾ അതെല്ലാം അവഗണിച്ചു. അവർ പരലോകത്തെത്തുമ്പോൾ വലിയ ഖേദത്തിലായിരിക്കും. ആരും ഭൂമിയിൽ സ്ഥിരമായി താമസിക്കില്ല. ആരും ഇവിടെ അവശേഷിക്കില്ല. എല്ലാ ധിക്കാരങ്ങളും അക്രമങ്ങളും കുറച്ചുകാലത്തേക്ക് മാത്രം. പിന്നെ എല്ലാവരും വിധിക്ക് കീഴടങ്ങും. കീഴടങ്ങാത്തവർ ആരുണ്ട്? ഒരാളെയും കാണാനില്ലല്ലോ. എല്ലാവരുടെയും മടക്കം എങ്ങോട്ട്? സർവശക്തനായ അല്ലാഹുവിലേക്ക്. അവനിലേക്കാണ് മടക്കം. തീർച്ച പിതാക്കൾ മരിക്കുമ്പോൾ അവരുടെ സമ്പാദ്യം മക്കൾ അനന്തരമെടുക്കുന്നു. സന്താന പരമ്പര അവസാനിച്ചാൽ പിന്നെയാർക്കാണ് അനന്തരാവകാശം? അല്ലാഹുവിന്. ആദ്യം ഭൂമി അവന്റേതായിരുന്നു. പിന്നെ മനുഷ്യർ വന്നു ഭൂമി അനന്തരമാക്കി. ഇത് എന്റെ വകയാണ് എന്ന് വിളംബരം നടന്നു. ഒടുവിലൊന്നുമില്ലാതെ മരിച്ചു പിരിഞ്ഞു. ഒടുവിലൊരു സത്യം അവശേഷിക്കുന്നു. ഭൂമിയുടെ യഥാർത്ഥ അനന്തരാവകാശി അല്ലാഹു മാത്രം. സകരിയ, യഹ്യ നബി, ഈസാ നബി എന്നീ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട വസ്തുതയാണിത്. സ്വഹാബികളുടെ സദസ്സുകളിൽ ഈ പ്രവാചകന്മാർ അനുസ്മരിക്കപ്പെടുമായിരുന്നു. ഒരിക്കൽ ഏതാനും സ്വഹാബികൾ നബിമാരുടെ ശ്രേഷ്ഠതകൾ പറയുകയായിരുന്നു.
ഒരാൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ മഹത്വങ്ങൾ വർണ്ണിച്ചു. മറ്റൊരാൾ കലീമുല്ലാഹി മൂസാ നബിയുടെ നേട്ടങ്ങൾ വാഴ്ത്തി പറഞ്ഞു. മൂന്നാമതൊരാൾ റൂഹുല്ലാഹി ഈസാ നബിയെ പുകഴ്ത്തി പറഞ്ഞു. അങ്ങോട്ട് കടന്നുവന്ന നബിതങ്ങൾ അതെല്ലാം കേട്ടു സന്തോഷിച്ചു. എന്നിട്ടിങ്ങനെ ചോദിച്ചു, ഷഹീദ് ബിന് ഷഹീദ് എവിടെ? രക്തസാക്ഷിയുടെ മകൻ രക്തസാക്ഷിയെവിടെ? സകരിയ നബിയുടെ മകൻ യഹ്യ നബിയെപ്പറ്റി എന്താ ഒന്നും പറയാത്തത് എന്നാണ് ചോദ്യം. ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു, പരുക്കൻ കമ്പിളി വസ്ത്രം ധരിക്കുകയും മരത്തിന്റെ ഇല ഭക്ഷിക്കുകയും പാപങ്ങൾ വന്നുപോകുമോ എന്നു ഭയന്ന് സൂക്ഷ്മതയോടെ ജീവിക്കുകയും ചെയ്ത യഹ്യബിന് സകരിയയെ അനുസ്മരിക്കാത്തതെന്ത്? ഹസൻ, ഹുസൈൻ എന്നിവർ സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാക്കളാകുന്നു. മറ്റ് രണ്ട് നേതാക്കളായി യഹ്യ നബിയും ഈസാ നബിയും എന്നിവർ സ്വർഗ്ഗത്തിലെത്തും. ഈസാ നബി പറഞ്ഞു, യഹ്യ, താങ്കൾ എനിക്കുവേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിക്കൂ. താങ്കൾ എന്നേക്കാൾ ഉത്തമൻ, ഖൈറുള്ളവൻ ആകുന്നു. യഹ്യ നബിയുടെ മറുപടി, ഈസാ, ഇത് താങ്കൾ എനിക്കുവേണ്ടി പാപമോചനം തേടൂ. താങ്കളാണ് എന്നേക്കാൾ ഖൈറുള്ളവൻ. എന്തൊരു വിനയം! എക്കാലത്തെയും സത്യവിശ്വാസികൾ മാതൃകയാക്കേണ്ട വിനയം. സകരിയ, യഹ്യ, ഈസ, മറിയം, ഇഷാ, ഹന്ന, ഇമ്രാൻ എല്ലാവരും അനുഗ്രഹീതരായി. നമ്മയും അല്ലാഹു അനുഗ്രഹീതരുടെ കൂട്ടത്തിൽപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സകരിയ അലിഹിസ്സലാമിന്റെയും യഹ്യ അലിഹിസ്സലാമിന്റെയും ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇരുലോക വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.